ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചൈനീസ് റവല്യൂഷനാണ്. 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഒരു പോർഷനാണിത്. അപ്പം ചൈനീസ് റവല്യൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. 20th സെഞ്ച്വറിയിൽ ചൈന ഡിമോഫോറിൻ റൂളിനും മൊണാർക്കി അല്ലെങ്കിൽ രാജവാഴ്ച എന്നൊക്കെ നമ്മൾ പറയും, അതിനുമൊക്കെ എതിരായ റവല്യൂഷൻസിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അമേരിക്കയിലും യൂറോപ്പിലെയും കോളനി ശക്തികൾ ഈ ലോകത്തിൻ്റെ മറ്റ് പല ഭാഗങ്ങളിലും നടപ്പാക്കിയിട്ടുണ്ട്, പല നയങ്ങളും നടപ്പാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു നയമാണ് അവർ ചൈനയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. 2 നയങ്ങളുണ്ട്. ഒന്ന് ഒപ്പിയം ട്രേഡും ഒന്ന് ഓപ്പൺ ഡോർ പോളിസിയും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഒപ്പിയം ട്രേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒപ്പിയം ട്രേഡ് എന്ന് വെച്ചാൽ ഈ ചൈനയിൽ സിൽക്ക്, ടീ, എർത്തേൺ വെയർ ഇതിനൊക്കെ ഒത്തിരി ഡിമാൻഡ് ഉണ്ടായിരുന്നു. അവരിതൊക്കെ യൂറോപ്പിലോട്ട് എക്സ്പോർട്ട് ചെയ്തിരുന്നു. ഇതൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതിലൂടെ ചൈനയ്ക്ക് വളരെയധികം ലാഭം ഉണ്ടായി. പക്ഷേ ഇതേ സ്ഥാനത്ത് യൂറോപ്പിൽ നിന്ന് ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ അവർക്കൊന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പം ചൈനീസ് ട്രേഡേഴ്സിന് ഇതുകൊണ്ട് വലിയ നഷ്ടം ഉണ്ടായി. അവർ അതിന് കണ്ടുപിടിച്ച ഒരു റെമഡിയാണ് ഈ ഒപ്പിയം. അവർ എന്ത് ചെയ്തെന്നറിയാമോ? അവർ ഈ ഒപ്പിയം ചൈനയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇത് ചൈനയെ ശരിക്കും അഫക്റ്റ് ചെയ്തു. ഇത് ചൈനയിലെ ആളുകളെ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ അവർ കീഴ്പ്പെടുത്തി. ഇതാണ് ഒപ്പിയം ട്രേഡ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത നയം, അതായത് ഓപ്പൺ ഡോർ പോളിസി. ഓപ്പൺ ഡോർ പോളിസി എന്ന് പറയുന്നത് നിരവധി യൂറോപ്യൻ കൺട്രീസ് ട്രേഡ് പ്രിവിലേജസ് ഓഫ് ചൈന എന്ന് വെച്ചാൽ അവരുടെ പ്രത്യേക അവകാശങ്ങളുണ്ടല്ലോ, അത് ട്രേഡ് ചെയ്തു. അമേരിക്ക പക്ഷെ അതിനെക്കുറിച്ചൊന്നും അത്ര കൺസേൺഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അവരതിനൊന്നും ശ്രമിച്ചില്ല. പക്ഷേ ജോൺ ഹേ, അന്നത്തെ US സ്റ്റേറ്റ് സെക്രട്ടറി, പുള്ളി ഈ പ്രിവിലേജസ് കൈക്കലാക്കാനായിട്ട് ദ ഡോർ ഓപ്പൺ പോളിസി അത് പ്രൊക്ലെയിം ചെയ്തു. ഈ പോളിസി പ്രകാരം അമേരിക്ക ആർഗ്യൂ ചെയ്തു അവർക്കും അതുപോലെ തന്നെ എല്ലാ കൺട്രീസിനും ചൈനയുടെ മാർക്കറ്റിൽ ഒരേ അവകാശവും ഒരേ അവസരവും വേണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ പല കൺട്രീസിനായിട്ട് ചൈനയുടെ പല ഭാഗങ്ങൾ ഡിവൈഡ് ചെയ്തു കൊടുത്തു. സത്യം പറഞ്ഞാൽ ഈ പോളിസിയിലൂടെ അവരുടെ യഥാർത്ഥ എയിം ചൈനയുടെ കാര്യങ്ങളിൽ കൈകടത്താൻ ഉള്ള സ്വാതന്ത്ര്യമായിരുന്നു. പിന്നെ ഈ ചൈനയിലെ മാഞ്ചി ഡൈനാസ്റ്റി ഇവർ വിദേശ ഇടപെടലിനും അവരുടെ ആധിപത്യത്തിനും സപ്പോർട്ട് ചെയ്തു, അല്ലെങ്കിൽ അവരിതിന് അനുകൂലമായിരുന്നു. ചൈനയിൽ തന്നെ ചില സീക്രട്ട് ഓർഗനൈസേഷൻസ് ഉണ്ട്. 1900 ഇവർ അതിനെതിരെ റിവോൾട്ട് ചെയ്തു. ഈ ഓർഗനൈസേഷൻ്റെ എംബ്ലം ഒരു ബോക്സേഴ്സ് ഫിസ്റ്റ് ആയിരുന്നു. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബോക്സേഴ്സ് റിബല്യൻ. ഈ റെബല്യൻ സത്യം പറഞ്ഞാൽ ഒരു ഫെയിലിയർ ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ റെബല്യനാണ് മുന്നോട്ടുള്ള സമരങ്ങളെ നയിച്ചത്. ഇനി 1911 പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ സമയത്താണ് മറ്റൊരു റവല്യൂഷൻ ഉണ്ടാകുന്നത്. ഇൻ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ സൺ യാറ്റ്സൺ. ഈ മഞ്ചു ഡൈനാസ്റ്റിക്ക് എതിരെ അങ്ങനെ ചൈനയിൽ നിന്ന് മൊണാർക്കി അല്ലെങ്കിൽ രാജവാഴ്ച അവസാനിച്ചു. ഈ റവല്യൂഷന് ശേഷം ഫോറിൻ കൺട്രീസുമായി അവർ സൈൻ ചെയ്തിരുന്ന എല്ലാ കരാറുകളും അസാധുവാക്കാൻ ഇദ്ദേഹം തീരുമാനിച്ചു. ആവശ്യമില്ലാത്ത കരാറുകളാണ് അദ്ദേഹം വേണ്ടെന്ന് വെച്ചത്. ഇതാണ് സൺ യാറ്റ്സൺ. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഫോറിൻ കൺട്രീസുമായിട്ട് നല്ല രമ്യതയിൽ പോകാനായിട്ടായിരുന്നു. കുമിങ്താങ് റിപ്പബ്ലിക് കാർഷിക മേഖലയിലും അതുപോലെ തന്നെ വ്യാവസായിക മേഖലയിലും പുരോഗതി ഉണ്ടായി. ചൈനയ്ക്ക് പലയിടത്തു നിന്ന് സഹായം ലഭിച്ചു. അങ്ങനെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചു. തുടക്കത്തിൽ കുമിങ്താങ് സിങ്ങും
കമ്മ്യൂണിസ്റ്റും തമ്മിൽ നല്ല സഹകരണമായിരുന്നു. പക്ഷെ പിന്നീട് സന്യാച്ചൻ മരിച്ചു. സന്യാച്ചൻ മരിച്ചതിന് ശേഷം ഷിയാങ് കായ് ഷെക് ആയി ഇതിൻ്റെ ഹെഡ്. അങ്ങനെ ആ സഹകരണം ഇല്ലാതായി. ഇനി നമുക്ക് നോക്കാം, റിപ്പബ്ലിക് ബിക്കംസ് പോപ്പുലർ. ചിയാങ് കൈ ഷെക് മിലിറ്ററി ഓട്ടോക്രസി കൊണ്ടുവന്നു. കൂടെ ഫോറിൻ കൺട്രീസിന് ചൈനയിൽ സ്വാതന്ത്ര്യം കൊടുത്തു ഇദ്ദേഹം. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുമായി സഹകരിക്കാതെയായി. കൽക്കരി, വ്യവസായങ്ങൾ, അതുപോലെ തന്നെ ബാങ്കിങ്, എല്ലാ മേഖലകളിലും ഫോറിൻ കൺട്രീസിന് നിയന്ത്രണം കൊടുത്തു. ഇവരാണ് പിന്നീട് ഇതൊക്കെ നിയന്ത്രിച്ചത്. ഇതിനെതിരെ ഷിയാങ് കൈ ഷെക്കിനെതിരെ കമ്മ്യൂണിസ്റ്റ് പ്രൊട്ടസ്റ്റ് ചെയ്തു. പക്ഷേ അവരെ ഇവർ അടിച്ചമർത്തി. അപ്പോഴാണ് മാവോ സിഡോങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡറായിട്ട് വന്നത്. 1934 അണ്ടർ ഹിസ് ലീഡർഷിപ്പ് അവർ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഫ്രം കിയാങ്സി ഇൻ സൗത്ത് ചൈന. ഈ യാത്രയിൽ വില്ലേജസും ഫാമേഴ്സിൻ്റെ കൃഷിസ്ഥലവും എല്ലാം ഏറ്റുവാങ്ങി അത് കർഷകർക്ക് ഇവർ വിതരണം ചെയ്തു. 12,000-ഓളം കിലോമീറ്റേഴ്സ് ഇവരങ്ങനെ യാത്ര ചെയ്തു. ഈ യാത്രയെ അതുകൊണ്ട് തന്നെ ലോങ് മാർച്ച് എന്ന് പിന്നീട് ഈ മാർച്ചാണ് ലോങ് മാർച്ച് എന്ന് പിന്നീട് അറിയപ്പെട്ടത്. അങ്ങനെ സിഡോങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഫോറിനേഴ്സിനെ എതിരെയുള്ള ചൈനയുടെ സിംബലായി മാറി. അവസാനം ഷിയാങ് തായ്വാൻ അഭയം തേടേണ്ടി വന്നു. അങ്ങനെ സിഡോങ്ങിൻ്റെ റെഡ് ആർമി കുമിങ്താങ്ങിൻ്റെ കേന്ദ്രത്തെ പിടിച്ചെടുത്തു. അങ്ങനെ 1949 ഒക്ടോബർ 1 സിഡോങ്ങിൻ്റെ നേതൃത്വത്തിൽ പീപ്പിൾസ് പബ്ലിക് ഓഫ് ചൈനയായി. ഇത്രയുമാണ് ചൈനീസ് റവല്യൂഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.